ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് എന്ത് ടിപ്പാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ ടോക്ക് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ വരുന്നൊരു ക്ലീഷേ ചോദ്യമാണിത്. എന്താണ് ഒരു ഒറ്റ സെൻറ്റൻസിൽ കൊടുക്കാവുന്ന ഒരു ടിപ്പ് എന്താണെന്നുള്ളത്. അതിന് ഉത്തരമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു പരിപാടി എല്ലാവർക്കും പറ്റിയതല്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരിപാടി നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് നിങ്ങളിൽ തന്നെ വിശകലനം ചെയ്യണം. കാരണം നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് 90-92% സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങൾ വിജയത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒരു 7-8% എപ്പോഴും വിജയം കൈവരിക്കാറുള്ളൂ. അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രൊമോട്ടറുടെ അതിനുള്ള താല്പര്യവും അദ്ദേഹത്തിന് ആ ഒരു ജേർണി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതുമാണ്. അതിന് ഒരുപാട് ഘടകങ്ങൾ അതിൽ അഫക്റ്റ് ചെയ്യും. ഓരോ ഘടകങ്ങൾ നമ്മൾ ഓരോ ദിവസമായിട്ട് പറയും. ഒറ്റ കാര്യമാണ് എനിക്കതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, യു നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് വെദർ യു ആർ ഫിറ്റ് ഫോർ ദിസ്. എന്നിട്ടേ ഈ ഒരു പരിപാടിക്ക് പോകാവുള്ളൂ. ജോലിക്ക് പോകുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് കാണരുത്. ലോകത്തുള്ള എല്ലാവരും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും ഓൺട്രപ്രണർ ആവണം എന്നുള്ളൊരു സ്വപ്നം ഒരു രാജ്യത്തിനും ഒരു സംസ്ഥാനത്തിനും ഉണ്ടാവരുത്, നമുക്കും ഉണ്ടാവരുത്. നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യാനായിരിക്കും നമ്മൾ നല്ലത്, അത് അവിടെ ആയിരിക്കും നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പല വലിയ കമ്പനികളിലെയും വലിയ നിലയിലിരിക്കുന്ന നല്ല പോസ്റ്റിലിരിക്കുന്ന ആളുകൾ പലരും നല്ലൊരു ഓൺട്രപ്രണറിലും 10 മടങ്ങ് ശമ്പളം വാങ്ങിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് നേരെ വന്നിട്ട് ഒരു ഓൺട്രപ്രണർ ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉള്ളതാണ്. അത് ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള മേഖല ഏതാണ് എന്നുള്ളത് ഉള്ള തിരിച്ചറിവ് ആദ്യം തന്നെ നമ്മളിൽ ഉണ്ടാവണം. എങ്ങനെ ഇത് തിരിച്ചറിയാം, എങ്ങനെ നമുക്കിത് പറ്റാം എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും, എൻ്റെ വ്യൂ പറയുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, കമൻ്റ് ഇടുക, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കുറേ ഫ്രണ്ട്സ് ഇതിൽ വന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനൊരർത്ഥം കൂടുതലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. എന്തൊക്കെയാണ് ഒരു ഓൺട്രപ്രണർക്ക് വേണ്ടത്, ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ ദിവസവുമായിട്ട് വിശകലനം ചെയ്ത് നോക്കാം.